വന്നിട്ടുള്ളത് സൽവാർ മെറ്റീരിയലായിട്ടാണ് കേട്ടോ. അൺസ്റ്റിച്ചഡ് ആണ്, വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. പോപ്ലിൻ ആണ് മെറ്റീരിയൽ. പോപ്ലിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാൻറ്റൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന മുറിച്ച് വാങ്ങുന്ന തുണിയില്ലേ, അതായത് നല്ല കട്ടിയുള്ള തുണി, അതാണിത്. അങ്ങനത്തെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണിത്. വന്നേക്കുന്നത് ത്രെഡ് എംബ്രോയിഡറി ആണ്. ഇത് കളർ ഇളകുന്ന ത്രെഡ് അല്ല. ഹാൻഡ് എംബ്രോയിഡറിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ത്രെഡുകൾ ചില സമയത്ത് കളർ ഇളകി പിടിക്കാറുണ്ട്. ഇത് അങ്ങനത്തെ ത്രെഡ് അല്ല, ഇത് സിൽക്ക് ത്രെഡാണ്. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കളർ ഇളകി പിടിക്കില്ല, നല്ല ഉറപ്പുള്ള കാര്യമാണ്. സിൽക്ക് ത്രെഡാണ്. അപ്പം നമ്മൾക്ക് ഇന്ന് 5 കളർ ചാർട്ടിലാണ് ഇതുള്ളത്. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഈ എംബ്രോയിഡറിയും അതുപോലെ തന്നെ അതിൻ്റെ കളറും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ബോട്ടവും ഷാളും വ്യത്യാസം ഉണ്ടാകും. ഞാൻ ഓരോരോ കളറുകളായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് വൺ. ബോട്ടമാണിത്. ബാട്ടിക് പ്രിന്റിലാണ് വരുന്നത്. ബോട്ടം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ബാട്ടിക് പ്രിന്റ് ആണിത്. ഇത് കണ്ടോ, ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട്. ദുപ്പട്ടയാണിത്. ദുപ്പട്ട നല്ല മൽക്കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പെയർ ചെയ്ത് വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് ഇങ്ങനെ ഗ്രീൻ കളറിലാണ്. ഇതിൽ എംബ്രോയിഡറിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കളറും വ്യത്യാസമുണ്ട്. സെയിം ബാട്ടിക് പ്രിന്റ് തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ദുപ്പട്ട. നല്ല കളർ കോമ്പിനേഷൻ ആണല്ലേ, ഗ്രീനും വൈറ്റും. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയാണിത്. വയലറ്റ് കളർ ദുപ്പട്ട. ബാട്ടിക് പ്രിന്റിൽ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉണ്ടോ, ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. നല്ലൊരു പീക്കോക്ക് ഷെയ്ഡാണ് വരുന്നത്. കാണുന്നുണ്ടോ, പീക്കോക്ക് ഷെയ്ഡാണ് ഇതിനകത്തുള്ളത്. എംബ്രോയിഡറിയിൽ വ്യത്യാസമുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയാണിത്. ഉണ്ടോ, ദുപ്പട്ട, ബോട്ടം. നല്ലൊരു റാണി പിങ്ക് കളറിലാണ് ലാസ്റ്റ് ആണത്. ഇതാ കണ്ടോ, ബാട്ടിക് പ്രിന്റ് ആണ്. കളർ ഷെയ്ഡ് ഞാൻ കാണിച്ചതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കാം. അപ്പോൾ